ആഷ്മി, എനിക്കറിയാം കുറേ അധികം ദിവസങ്ങൾ രാപ്പകൽ ഭേദമന്യേ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ തെരച്ചിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും അടുത്ത ദൗത്യം അദ്ദേഹം ഈശ്വർ മാൽപ്പെ ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹം നദിയുടെ അഗാധത്തിലേക്ക് പോയി കഴിഞ്ഞു. ഈ പുഴയുടെ അഗാധങ്ങളിൽ നിന്ന് അർജുനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം തേടി അദ്ദേഹം മടങ്ങി വരുമെന്ന വിശ്വാസത്തിലാണ് അർജുൻ്റെ കുടുംബം കോഴിക്കോട്ട്. ഈ അവസരത്തിൽ താങ്കൾക്ക് താങ്കളുടെ അനുഭവ സാക്ഷ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കേ എന്തൊക്കെയാണ് പറയാനുള്ളത്? എസ് കെ നൂർപ്പായി, നമ്മൾ അന്ന് ആ ദിവസങ്ങളിൽ പോയി കണ്ട കാഴ്ച ആ ഗംഗാവലി പുഴയല്ല, ആ കാലാവസ്ഥയല്ല, ആ പ്രകൃതിയല്ല. ഗംഗാവലി അവിശ്വസനീയമാവും ശാന്തമായിരിക്കും. അന്ന് അവിടെ പോയി നമ്മൾക്ക് ഈ ഗംഗാവലി ഇത്തരത്തിൽ ശാന്തമാകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം അത്രത്തോളം വലിയ കുത്തൊഴുക്കിൽ, ഒരുപക്ഷെ കടൽ തിര പോലെയൊക്കെയുള്ള വലിയ കുത്തൊഴുക്ക് അവിടെ ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന, സാധാരണ കാലത്ത് കാണുന്ന സാധാരണ പുഴ പോലെ, ഒരു പാവം പുഴ പോലെ ശാന്തമായി അത് ഒഴുകുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയുടെ ദൗത്യം വിജയിക്കും എന്ന് തന്നെ വേണം എസ് കെ ഇന്ന് കരുതാൻ. കാരണം ഇന്നലെ അദ്ദേഹം ഇറങ്ങുമ്പോഴേക്കും ഈ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങൾ, ജാക്കി അടക്കമുള്ള ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പ പറയുകയാണ് അവിടെ ഒരു പുഴയുടെ മുകൾ തട്ടിൽ ഒരു എണ്ണപ്പാട പോലെ കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ലോറിയിൽ നിന്നോ ടാങ്കറിൽ നിന്നോ എസ് കെ അവിടെ ഒരു ടാങ്കർ, ഒരു എണ്ണ ടാങ്കറിൻ്റെ ബാക്കിലത്തെ ആ ക്യാപ്സൂൾ എന്ന് പറയുന്ന ഭാഗം കൂടി അതിന് അടിയിലുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എസ് കെ നമുക്കറിയാം ഈ മൂന്ന് വലിയ ലോകഭാഗങ്ങൾ എന്നുള്ളതാണ് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായത്. ആ മേഖലയിലേക്ക് ഇപ്പോൾ ഇറങ്ങുകയാണ്. അവിടെ ഇത്തരത്തിൽ വെള്ളം തെളിവെള്ളം പോലെ ഒഴുകുന്നു എസ് കെ. അതിനർത്ഥം അതിന് താഴെയുള്ള മണ്ണിൻ്റെ അംശം ഒരുപാട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളവിടെ നിൽക്കുമ്പോൾ, ആ ദിവസങ്ങളിൽ നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ എന്താണ്, ആ വെള്ളത്തിന് മണ്ണിൻ്റെ നിറമായിരുന്നു, ഈ ചെളിവെള്ളത്തിൻ്റെ നിറമായി നമ്മളവിടെ കണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ നദിയിലേക്ക് നോക്കിയാൽ, പുഴയിലേക്ക് നോക്കിയാൽ അത് നല്ല തെളിഞ്ഞ് ഏതാണ്ട് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാവുന്ന രീതിയിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ താഴത്തെ മണ്ണൊക്കെ ആ സമയത്ത് അതിഭീകരമായ ഒഴുക്കായിരുന്നു. ആ ഒഴുക്കിൽ താഴത്തെ കുറേ അധികം മണ്ണ്, ടൺ കണക്കിന് മണ്ണ്, ലോഡ് കണക്കിന് മണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത്രയും മണ്ണൊക്കെ കുറച്ചൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാവണം. അങ്ങനെ അതുകൊണ്ടുകൂടിയാവണമല്ലോ എസ് കെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് ജാക്കി പുറത്ത് അങ്ങനെ ഈശ്വർ മാൽപ്പയ്ക്ക് എടുക്കാൻ പരുവത്തിന് കാണണമെങ്കിൽ ആ മണ്ണൊക്കെ കുറേ അധികം പോയിട്ടുണ്ടാവണം. അപ്പോൾ എന്തുകൊണ്ടും ഈശ്വർ മാൽപ്പയുടെ ഇന്നത്തെ ഈ ദൗത്യം വലിയ പ്രതീക്ഷയാണ്. മാത്രമല്ല മാൽപ്പെ നമ്മളോട് രാവിലെ മോർണിംഗ് ഷോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, കേരള മക്കൾക്ക് നൽകുന്ന വാക്കാണ്. അത് അർജുൻ്റെ കുടുംബത്തിന് മാത്രമല്ല, കേരള മക്കൾക്ക് നൽകുന്ന വാക്കാണെന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞിരുന്നു. ആ വാക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ആ വെള്ളം തെളിവെള്ളമായി ഒഴുകുന്നു. 8:30 ഇന്ന് ദൗത്യം തുടങ്ങുമെന്നാണ് അറിഞ്ഞിരുന്നത്. 8:30 ദൗത്യം തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ 10 മണി, 1.5 മണിക്കൂറാവുന്നു. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എത്രയും നേരത്തെ തുടങ്ങുക എന്നുള്ളതാണല്ലോ പ്രധാനം. പക്ഷേ 8:30 തുടങ്ങാൻ കഴിഞ്ഞില്ല. അതിന് കാരണം ഈശ്വർ മാൽപ്പെ ജില്ലാ കളക്ടറുടെ വരവിന് വേണ്ടി കാത്തു നിന്നു എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ എന്തുകൊണ്ടാണ് എത്താൻ വൈകിയത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി കളക്ടർ ഇതിനോടകം എത്തിയിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും കളക്ടറുടെ അനുമതി തേടിയിരിക്കുകയായിരുന്നു 8 മുതൽ 10 വരെ ഈശ്വർ മാൽപ്പെ. അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത നമുക്ക് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവിടെ വന്ന് തമ്പടിച്ച് ഇതിനോടകം തന്നെ, ഇതിനു മുമ്പും ഒരു തവണ അദ്ദേഹം അവിടെ ഒന്നല്ല 2 തവണ അദ്ദേഹം അവിടെ വന്നു. പക്ഷേ ഡൈവ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല അന്ന് ജില്ലാ ഭരണകൂടം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവിടെ വന്ന് ഞാൻ ഇറങ്ങും എന്ന് വാശി പിടിക്കുന്ന സമയത്ത് FIR ഇടും എന്നൊക്കെ പേടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ ജില്ലാ ഭരണകൂടത്തിനോ സംസ്ഥാന സർക്കാരിനോ ഉള്ളതിനേക്കാൾ കൂടുതൽ വലിയ പ്രതിബദ്ധത ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന ഒറ്റയാൻ, ദ അക്വാമാൻ ഓഫ് കർണാടക എന്നൊക്കെ അറിയപ്പെടുന്ന, ഏത് ആഴപ്പുഴയിലും ഇറങ്ങി തിരച്ചിൽ നടത്തിയ ഒരുപാട് മൃതദേഹങ്ങളും ഒരുപാട് പേര് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ ടീമിനെ പറ്റി, മാൽപ്പെ ടീമിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം മലയാളത്തോട്, കേരളത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹം ഈ ദിവസങ്ങൾ അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വർ മാൽപ്പെ അവിടെ വന്ന് അല്പസമയം മുൻപാണ് അവിടെ ഇറങ്ങിയത്. ഡൈവിങ്ങിലേക്ക് തന്നെ പോവുകയാണോ അതോ ആദ്യഘട്ടത്തിൽ പുഴയുടെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുകയാണോ ഒന്നും അറിയില്ല. 3 നോട്ട് എന്നുള്ളതിലേക്ക് താന്നിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പുഴയിലൊക്കെ കാണുന്ന പോലെയുള്ള 2 to 3 നോട്ട് എന്ന് പറയുന്ന നാവികസേനാ സംഘത്തിനൊക്കെ ഇറങ്ങാൻ കഴിയുന്ന 2 to 3 നോട്ട് എന്ന നിരക്കിലേക്ക് പുഴയുടെ കുത്തൊഴുക്ക് എത്തിയിരുന്നു. അത് വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയില്ല അവിടുന്ന് നമുക്ക് ഇനിയും ആ അർജുനെ ജീവനോടെ കിട്ടുമോ. അത് ഏതാണ്ട് തുലവും 99.99% ഒന്നും അത്തരത്തിലുള്ള അത്ഭുതങ്ങൾക്ക് പ്രതീക്ഷ എന്തായാലും ഇല്ല. കാത്തിരുന്നാണ് അല്പസമയത്തിനകം ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തിൻ്റെ ഡൈവിങ്ങിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനൊപ്പമുള്ള 3 അംഗ സംഘമുണ്ട്. അവരിപ്പോൾ ഡൈവ് ചെയ്യുന്നില്ല. ഉച്ചയോടുകൂടിയാണ് ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള അതിവിദഗ്ധരായ തെരച്ചിൽ സംഘം അങ്ങോട്ടേക്ക് ഇറങ്ങുക. അതിനു മുമ്പ് തന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് തന്നെ എന്തെങ്കിലും ആ പുഴയുടെ അടിത്തട്ടിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനിടയിലാണ് മാധ്യമങ്ങളെ അവിടെ നിന്ന് മാറ്റുന്നതൊക്കെ. പോലീസിൻ്റെ ഒരു ഷോ ഓഫ് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നറിയില്ല. ഇപ്പോൾ ചില പ്രേക്ഷകരൊക്കെ അവരുടെ ദൗത്യത്തിന് തടസ്സം നിൽക്കാതെ മാറി നിൽക്കൂ എന്നൊക്കെ പറയുന്ന ചില പ്രേക്ഷകരെ കണ്ടു. അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവരുടെ ദൗത്യത്തിന് നമ്മൾ തടസ്സം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ജില്ലാ ഭരണകൂടമോ ജില്ലാ SP ഒക്കെ എത്തുന്നതിന് മുൻപ് തന്നെ മാൽപ്പെ സംഘത്തോടൊപ്പം മാധ്യമങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ ഇറങ്ങി തിരയുന്നത് പുഴയിലാണ്.
അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ മാധ്യമങ്ങളോട് തടസ്സം നിൽക്കുന്നവരല്ല. നേരത്തെ ഇതിലും വലിയ കൊടുമ്പിരി കൊണ്ട തെരച്ചിൽ നടന്ന സമയത്തും നമ്മളവിടെ പോയതാണ്. ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടായെന്നവർ പറഞ്ഞിട്ടില്ല. പിന്നെ പോലീസിൻ്റെ തീരുമാനമാണ്, നമുക്ക് അതിനോട് അനുസരിക്കാനേ നിവൃത്തിയുള്ളൂ. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട്. അരുൺ, മാൽപ്പേ ഇറങ്ങിയോ, ഡൈവിംഗ് തുടങ്ങിയോ? ആഷ്മി, മാൽപ്പി ഇപ്പോൾ പുഴയുടെ അടിത്തട്ടിൽ തന്നെയാണുള്ളത്. അത് നമുക്ക് ആദ്യ ഡൈവ് എന്ന് തന്നെ അതിന് പറയാം. കാരണം അദ്ദേഹം പക്ഷേ ഈ കരയോട് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ അത് ഡൈവ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം മുങ്ങിയിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ ഒരു ആദ്യഘട്ട പരിശോധന ആയിരിക്കും അത് നടത്തുക. അദ്ദേഹം ഇന്നലെ ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം ഈ കരയോട് ചേർന്ന ഭാഗത്ത് തന്നെ കൂടുതൽ സംശയാസ്പദമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് നേരത്തെ വീൽ ജാക്ക് ലഭിച്ച ഭാഗം മാത്രമല്ല, അതിനോട് തൊട്ടടുത്ത് ഈ കരയോട് ചേർന്ന് മറ്റൊരു വശത്ത് അദ്ദേഹം ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ആ ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ ആദ്യ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അതിനപ്പുറം 3 സ്പോട്ടുകൾ കൂടിയുണ്ട്. നമുക്കറിയാം ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള, അതായത് കരയിൽ നിന്ന് കുറച്ച് അകലെയുള്ള ആ മൺതിട്ടയോട് ചേർന്ന ആ ഭാഗത്തൊക്കെ മറ്റ് 3 സ്പോട്ടുകൾ കൂടിയുണ്ട്. എന്തായാലും അങ്ങോട്ടൊന്നും നിലവിൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ കരയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ഈശ്വർ മാൽപ്പെ നിലവിൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഇതുവരെ മുങ്ങി നിലവിൽ ഇപ്പോൾ ഉയർന്നിട്ടില്ല, അതായത് പൊങ്ങിയിട്ടില്ല. അത് ഒരു ആദ്യഘട്ട പരിശോധനയായിരിക്കും. നിലവിൽ പുഴയുടെ ഒരു സ്ഥിതി എന്താണ്, ഇന്നലെ ഈശ്വർ മാൽപ്പെ തെരച്ചിലിന് ശേഷം പറഞ്ഞത് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അദ്ദേഹം 6 നോട്ട്സിന് മുകളിലൊക്കെ സാഹചര്യം ഉള്ളപ്പോൾ അദ്ദേഹം ഡൈവ് ചെയ്തതാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ചില പ്രശ്നങ്ങളൊക്കെ കെട്ടിയ റോപ്പൊക്കെ പൊട്ടിപ്പോകുന്ന പ്രകടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഗംഗാവലി പുഴയോരം നിൽക്കുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചയല്ല. ആ പുഴയുടെ ഒഴുക്ക് അവിശ്വസനീയമാവണ്ണം കുറഞ്ഞിരിക്കുന്നു, ശാന്തമായി ഒഴുകുന്നു. മാത്രമല്ല, അന്ന് നമ്മൾ കാണുമ്പോൾ ഈ പുഴയുടെ നിറം എന്ന് പറഞ്ഞാൽ തനി മണ്ണ് നിറമാണ്, തനി ചെളി നിറമാണ്. ഇപ്പോൾ അതൊക്കെ തെളിഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രകടമായ മാറ്റം ഉണ്ടായിരിക്കുന്നു കാലാവസ്ഥയിലും പുഴയിലും ഒക്കെ. അരുൺ, ആഷ്മി, തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ വളരെ തെളിഞ്ഞൊരു ഒരു ഗംഗാവലി പുഴ വളരെ തെളിഞ്ഞ് ശാന്തമായി, ആ രൗദ്രഭാവമൊന്നും നിലവിലില്ല. നമുക്ക് കണ്ടാൽ തന്നെ അന്നത്തെ ഗംഗാവലി പുഴയേ അല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുതന്നെയാണ് ഈശ്വർ മാൽപ്പെ പറയുന്ന അനുകൂലമായിട്ടുള്ള ഘടകം എന്നുള്ളത്. അതുകൊണ്ട് ഈ ഔദ്യോഗിക സംവിധാനങ്ങൾ പറയുന്ന സമയവും അവർ വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് അത് ശരിയല്ല എന്ന്, അല്ലെങ്കിൽ അത് വരെ കാത്തിരിക്കാൻ സാധിക്കില്ല എന്ന് ഈശ്വർ മാൽപ്പെ പറയുന്നത് ഒരു പക്ഷേ ശിരൂരിലെ കാലാവസ്ഥ മാറി ഒരു മഴയാങ്ങാനും പെയ്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. മഴ പെയ്തു കഴിഞ്ഞാൽ ഗംഗാവലി പുഴയുടെ സ്ഥിതി പെട്ടെന്ന് മാറും. അതിന് കാത്തിരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർ എത്തുന്നതിന് മുമ്പേ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങൾ പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തി നിലവിലിപ്പോൾ ആ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്.